ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ വീഴ്ത്തി കൊടുക്കുന്നുണ്ട്. ആ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് അധികം ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടിട്ട് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അതിൽ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടിയിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വറ്റൽമുളകും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കുക. അത് നന്നായി വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയ ശേഷം അതിലോട്ട് കുറച്ച് മസാല ആഡ് ചെയ്ത് കൊടുക്കാവേ. ഗരം മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലോട്ട് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നതൊന്നും എടുത്തിട്ടില്ല. എന്നിട്ട് അപ്പോൾ നോക്കൂ, ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഞാൻ വെള്ളമൊന്നും വീഴ്ത്തിയിട്ടില്ല. അതിലുള്ള ചിക്കനിലുള്ള വെള്ളം തന്നെയാണ് ഇറങ്ങുന്നത്. അടുത്ത് നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചധികം ഞാൻ ചേർത്തിട്ടുണ്ട്, എനിക്കിഷ്ടമുള്ളത് കൊണ്ട് കുറച്ചധികം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്താകുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുക്കുക. അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ നോക്കണം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, എരിവിനനുസരിച്ച് ഓരോരുത്തർ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് തിളപ്പിക്കുക. ഓരോരുത്തർ ഇഷ്ടത്തിന് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കി വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ.